ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. എൽ.ഡി.എഫ് സർക്കാർ തൊഴിലാളി വഞ്ചക സർക്കാരിന് മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ തൊഴിലുറ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എ.ഡി.ബി വായ്പാ സേതു വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പി. ബിജു. തൊഴിലാളികളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന BMS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് AP റജികുമാർ. വയനാട്ടിൽ കണ്ടത് മോദിയുടെ മനുഷ്യത്വരഹിത സമീപനമെന്ന് CPI ജില്ലാ സെക്രട്ടറി K. സലീം കുമാർ. ഹൈറേഞ്ചിൽ നിന്നും വിവിധ ജില്ലകളിലേക്ക് സർവീസ് നടത്തിയിരുന്ന KSRTC ബസ്സുകൾ നിർത്തിയതിനെ തുടർന്ന് ജനങ്ങൾ വലയുന്നു. വാർത്തകൾ വിശദമായി. എൽ.ഡി.എഫ് സർക്കാർ തൊഴിലാളി വഞ്ചക സർക്കാരെന്ന് മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ തൊഴിലുറ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് D. കുമാർ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് രാജാമാട്ടുകാരൻ മുഖ്യ അതിഥിയായിരുന്നു. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി AP ഉസ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി. ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ വിതരണം ചെയ്യുക, തൊഴിലാളികൾക്ക് ESI നിയമം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരപരിപാടിയുടെ ഭാഗമായിട്ടാണ് INTUC തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന LDF സർക്കാർ തൊഴിലാളിയുടെ അന്തകരായി മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. 1978 ആരംഭിച്ചതും കാലഹരണപ്പെട്ടതുമായ ചുമട്ടുതൊഴിലാളി നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ തയ്യാറാകാത്തത് ചുമട്ടുതൊഴിലാളികളോടുള്ള വഞ്ചനയാണെന്നും കേരളത്തിലെ തൊഴിലാളി വർഗം പിണറായി സർക്കാരിന് മാപ്പ് തരില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൊഴിൽ മേഖലയിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ചുമട്ടുതൊഴിലാളികൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ആ പ്രതിസന്ധികൾ, അതിനൊക്കെ പരിഹാരമുണ്ടാകേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിന്റെ ക്ഷേമനിധി ബോർഡിനാണ്, ഗവൺമെന്റിനാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ പലതും ഉണ്ടെങ്കിലും ആ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാലമായി എന്നുള്ളത് കൊണ്ട് ഈ സമരത്തിന് ആധാരമായ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ നിയമം തന്നെ കാലോചിതമായിട്ട് പരിഷ്കരിക്കണം. എല്ലാ നിയമങ്ങളും കാലോചിതമായിട്ട് പരിഷ്കരിക്കേണ്ടതാണ്. മാറ്റങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കേണ്ടി വരും. നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കുന്ന നിയമം ഇന്ന് പലതും പ്രായോഗികമായിരിക്കില്ല. അതുകൊണ്ട് പ്രായോഗികമായി നമ്മുടെ നാട്ടിൽ നിന്ന് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ആവശ്യമായ ഭേദഗതികൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം നടത്തണം. അതാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് INTUC ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമതിവിടെ കുമാർ ചൂണ്ടിക്കാണിച്ച് പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ ചികിത്സാ രംഗത്തുള്ള വിഷയം. ESI സൗകര്യമുണ്ടാകണം. ഒട്ടുമിക്ക മേഖലകളിലുമെല്ലാം ഇന്ന് ആ സൗകര്യങ്ങളുണ്ട്. നമുക്കറിയാമെന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു കുടുംബത്തിൽ ഒരു അസുഖമുണ്ടായാൽ, ഒരു രോഗമുണ്ടായാൽ ചികിത്സിക്കാനുള്ള അതിന്റെ സാമ്പത്തിക ചെലവുകള് അത് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാകുന്നതിലും ഒക്കെ വളരെ ഏറെയാണ് എന്നുള്ളത് നമുക്കറിയാം. അവിടെ പലർക്കും ഇൻഷുറൻസ് ഉണ്ടാകാറില്ല. പാവപ്പെട്ട ചുമട്ടുതൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് ഉണ്ടാകാറില്ല, പല കുടുംബങ്ങളെ സംബന്ധിച്ചുമില്ല. അപ്പോൾ അവർക്ക് ആവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷ നൽകണം. തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് D. കുമാർ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് രാജാമാട്ടുകാരൻ മുഖ്യ അതിഥിയായിരുന്നു. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാർ NI ബെന്നി, രാജു ബോബി, KP റോയി, ഷാഹുൽ ഹമീദ്, സന്തോഷ് അമ്പിളിവിലാസം, TK നാസർ, ജോർജ് താനിക്കൽ, PL ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് ജയകുമാർ VK, മുത്തുകുമാർ, പ്രശാന്ത് രാജു, ഷമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അവകാശങ്ങൾ
തൊടുപുഴ. ബുധനാഴ്ച ഉച്ചയ്ക്ക് മണക്കത്താറിലുണ്ടായ വാഹന അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സ്കറിയ മാനുവൽ മരണപ്പെട്ടു. തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ മണക്കത്താൻ ജംഗ്ഷൻ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ അലംഭാവം വഴിയാതെ അധികൃതർ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും വളവും വേഗത നിയന്ത്രണ സംവിധാനങ്ങളുടെ അഭാവമാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് മടക്കത്താനത്തുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സ്കറിയ മാനുവൽ മരണപ്പെട്ടു. തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ മടക്കത്താനം ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അലംഭാവം വെടിയാതെ അധികൃതർ. ബുധനാഴ്ച ഉച്ചയോടെ തൊടുപുഴ ഭാഗത്തു നിന്നും അമിത വേഗത്തിൽ വന്ന കാർ മറ്റൊരു കാറിലിടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് സ്കറിയ മാനുവൽ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിച്ചത്. അപകടം നടന്ന ഉടൻ സമീപത്തെ സ്റ്റാൻഡിലെ ഡ്രൈവർമാരായ സുനിൽ, സുരേന്ദ്രൻ, സിബി എന്നിവർ ചേർന്ന് യുവാവിനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും വളവും വേഗത നിയന്ത്രണ സംവിധാനങ്ങളുടെ അഭാവവുമാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന ഏരിയ ഇപ്പോൾ ഈ മടക്കത്താനം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം പള്ളി മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഏഷ്യൻ്റെ അതിലൊക്കെ മെയിനായിട്ട് ഏഷ്യൻ്റെ അവിടം വരെ ഇവിടെ ആഴ്ചയിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 2 അപകടം 3 അപകടം വെച്ച് ഒരാഴ്ചയിൽ ഇവിടെ ഉണ്ടാകും. അത് ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ടേണിങ്, അവിടുന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. തന്നെയല്ല വണ്ടി ഒരു 80-90 കിലോ സ്പീഡിൽ വന്ന വണ്ടിയാണ് ഈ ഒരു 100 മീറ്റർ കടക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് മതി. ഒരു വണ്ടി മാട്ടുവാറ റൂട്ടിലേക്ക് ക്രോസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവർ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി വണ്ടി എടുക്കുമ്പോൾ തന്നെ ഈ വണ്ടി വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. ഇവിടുത്തെ പ്രശ്നം എന്താ പറയുക, ഒന്നാമത് റോഡിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ളൊരു നിർമ്മാണമാണ്. രണ്ടാമത് സ്പീഡ് ബ്രേക്കറുകളില്ല, വേഗം നിയന്ത്രിക്കാനുള്ള ഒരു അപകട വളവാണ്. ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു വളവാണ്. ഇന്നലെ 2 അപകടമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഒന്ന് അച്ചൻകവലയിലും ഒന്ന് ഇവിടത്തെ 2 പേരും പറഞ്ഞു. അതിന് മുമ്പ് ഇവിടെ ഇന്ന് രാവിലെ അപകടം ഉണ്ടായി. ഇത് സ്ഥിര അപകടം ഉണ്ടാകുന്നൊരു സ്ഥലമെന്ന് അറിഞ്ഞിട്ട് പോലും അധികാരികൾ യാതൊരുവിധ ഒരു മുന്നറിയിപ്പ് ബോർഡോ അല്ലെങ്കിൽ സ്പീഡ് ബ്രേക്കറുകളോ ഒന്നും വയ്ക്കാൻ തയ്യാറാകുന്നില്ല. അപകടം ഉണ്ടാവും, ഞങ്ങളിവിടെ ഓട്ടോറിക്ഷക്കാരെല്ലാവരും കൂടെ ചേർന്ന് എടുത്തുകൊണ്ട് ആശുപത്രിക്ക് ഉണ്ടാകും. വീണ്ടും ഇത് തന്നെ തുടർക്കണം. ഇതേ റൂട്ടിൽ അച്ചൻകവലയ്ക്ക് സമീപം ഇന്നലെ നടന്ന മറ്റൊരു അപകടത്തിലും ഒരാൾ മരിച്ചിരുന്നു. ശബരിമല മണ്ഡലകാലം ആരംഭിച്ച സാഹചര്യത്തിൽ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ യാത്രികരുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ വേണ്ട എല്ലാ നടപടികളും ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൊടുപുഴ പ്രാതൽ ഫുഡ് പ്രൊഡക്ട്സിലെ ഓപ്പറേഷൻസ് മാനേജറായിരുന്നു സ്കറിയ. പിതാവ് മാനുവൽ, മാതാവ് റാണി, സഹോദരങ്ങൾ ജോസ്, സിറിൽ. വാഴക്കുളം വിശ്വജ്യോതി കോളേജ് വിദ്യാർത്ഥികൾ. സംസ്കാരം വെള്ളിയാഴ്ച 10:30 കലൂർ സെന്റ് ജോൺസ് പള്ളിയിൽ. ADB വായ്പ സ്വീകരിച്ച് വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ബിജു ആവശ്യപ്പെട്ടു. സേവ് വാട്ടർ അതോറിറ്റി എന്ന മുദ്രാവാക്യം ഉയർത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന സമര ശൃംഖലയുടെ ഇടുക്കി ജില്ലാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് TM ആസാദ് അധ്യക്ഷത വഹിച്ചു. ഡിസംബർ 10 ജീവനക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും യോഗത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ADB വായ്പ സ്വീകരിച്ച് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് നഗരസഭാ പരിധിയിലെ കുടിവെള്ള വിതരണ ചുമതല സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്ന പദ്ധതി അവസാനിപ്പിക്കുക. ജൽജീവൻ പദ്ധതിക്കായി ഗവൺമെന്റ് വിഹിതം കണ്ടെത്താൻ 12,000 കോടി വായ്പയെടുത്ത് വാട്ടർ അതോറിറ്റിയെ കടക്കണിയിലാക്കുന്ന നയം തിരുത്തുക. നോൺ പ്ലാൻ ഗ്രാന്റ് ഇനത്തിൽ വാട്ടർ അതോറിറ്റിക്ക് ഗവൺമെന്റ് അനുവദിക്കുവാനുള്ള 897 കോടി രൂപ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUC തൊടുപുഴ ഡിവിഷൻ ഓഫീസിന് മുൻപിൽ സേവ് വാട്ടർ അതോറിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. സേവ് വാട്ടർ അതോറിറ്റി എന്ന മുദ്രാവാക്യം ഉയർത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന സമരശൃംഖലയുടെ ഇടുക്കി ജില്ലാതല സമരമാണ് നടന്നത്. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും അല്ലെങ്കിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കരാറുകാരുടെയും മറ്റുമെല്ലാം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് കുടിശ്ശികയാകുന്ന വഴി കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടുവരുന്നത്. അതിൽ പ്രധാനമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം കരാറുകാരായിരുന്നാലും ജീവനക്കാരായിരുന്നാലും എല്ലാം ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുവാൻ സാധിക്കാതെ വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ സ്ഥാപനം നാൾക്കുനാൾ ഇങ്ങനെ പോകുമ്പോൾ ഈ സ്ഥാപനത്തിലെ ഒരു പ്രധാന അംഗീകൃത സംഘടന എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നോക്കി നിൽക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് അതിന് പ്രതികരിച്ചേ മതിയാവൂ. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജീവനക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി പോകുന്നത്. നിങ്ങൾക്കറിയാം, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം
ജീവനക്കാരുടെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് സ്ഥാപനം ചെന്ന് നിൽക്കുകയാണ്. ADB വായ്പ സ്വീകരിച്ച് വാട്ടർ അതോറിറ്റി സ്വകാര്യവൽക്കരിക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കുവാനുള്ള സർക്കാർ തലത്തിലുള്ള ഗൂഢനീക്കത്തിനെതിരെ ഡിസംബർ 10 ജീവനക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചോടെയാണ് സമരശൃംഖല സമാപിക്കുന്നതെന്നും അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് TM ആസാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ B രാഗേഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ നേതാക്കളായ ഷൈജു TS, ജോർജ് AV, കുര്യാക്കോസ് ജോസഫ്, AB സാബു, ശൈലേഷൻ, മുഹമ്മദ് നൈസാം, AS രാജു, CP ബിനു തുടങ്ങിയവർ പ്രസംഗിച്ചു. മിതമായ നിരക്കിൽ ശുദ്ധമായ കുടിവെള്ളം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പൊതുമേഖലാ സ്ഥാപനമായ വാട്ടർ അതോറിറ്റി ഇന്ന് തകർച്ചയുടെ വർക്കിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളിലും ജീവനക്കാരിലും എത്തിക്കുന്നതിനു വേണ്ടി കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സേവ് വാട്ടർ അതോറിറ്റി എന്നുള്ള ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പൊതുമേഖലയിൽ നിലനിൽക്കുന്ന ഈ സ്ഥാപനത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ മേഖലയായ ബഹിരാഷ്ട്ര കുത്തകകളെ കൊണ്ട് കേരളത്തിലെ കുടിവെള്ള വിതരണ മേഖല എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിനെതിരെയും വലിയ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടും ഞങ്ങളും ഇവിടുത്തെ സംയുക്ത സമരസമിതിയും മുന്നോട്ട് പോവുകയാണ്. അതെന്തെന്നാൽ ADBയുടെ സഹായത്തോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും കോർപ്പറേഷനുകൾ 10 വർഷത്തേക്ക് ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി അതിവേഗം ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള എസ്റ്റിമേറ്റ് ആയിരുന്നാലും DPR ആയിരുന്നാലും അത് മുഴുവൻ ചില ഊഹാപോഹങ്ങളുടെ ഭാഗമായിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അതുവഴി വലിയൊരു അഴിമതിയാണ് ഞങ്ങൾ ഇവിടെ ആരോപിക്കപ്പെടുന്നത്. രാജ്യത്തിൻ്റെ പൊതുഖജനാവ് കൊള്ളയടിക്കുന്നതിന് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. മാത്രമല്ല പൊതുമേഖലയിൽ നിലനിൽക്കുന്ന ഈ സ്ഥാപനത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് കടന്നു വരുവാനുള്ള ഒരു അവസരം കൂടി ഗവൺമെൻറ് ഇവിടെ സൃഷ്ടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നിർമ്മാണ തൊഴിലാളികളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന BMS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MP റജികുമാർ ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിലെ നിർമ്മാണ തൊഴിലാളി ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BMS ദേശീയ സമ്മേളനം NB ശശീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്ത് ക്ഷേമനിധി ബോർഡിൽ ആംശോദയം അടച്ചുവരുന്ന തൊഴിലാളികളോട് ബോർഡ് കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്നും 60 വയസ്സ് പൂർത്തിയായി പെൻഷനായ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ അടിയന്തരമായി നൽകണമെന്നും BMS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MP റജികുമാർ ആവശ്യപ്പെട്ടു. ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന നിർമ്മാണ തൊഴിലാളി ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്ന് പറഞ്ഞ അധികാരത്തിലേറി തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ അമരക്കാർ ഞങ്ങളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തൊഴിലാളി ഭവനങ്ങളിലും തൊഴിലാളി തൊഴിലിടങ്ങളിലും നിരന്തരം സമ്പർക്കം ചെയ്ത് അവരോട് മഹാവാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറുകയും രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് ഉറപ്പാണ് വീണ്ടും LDF എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊഴിലാളി ഭവനങ്ങളിൽ സമ്പർക്കം ചെയ്യുകയും അവർക്ക് ഓമനമോഹന വാഗ്ദാനങ്ങൾ നൽകുകയും തങ്ങളുടെ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുമെന്ന ഓമനമോഹന വാഗ്ദാനം നൽകിക്കൊണ്ട് അധികാരത്തിലേറിയ പിണറായി വിജയൻ ഗവൺമെന്റ് കഴിഞ്ഞ 15 മാസക്കാലമായിട്ട് തങ്ങളുടെ പെൻഷൻ കുടിശ്ശിക നൽകിയിട്ടില്ല. നമുക്കറിയാം, അസംഘടിത മേഖലയും സംഘടിത മേഖലയുമായിട്ടുള്ള നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിന്റെ ഒരു വിഹിതം മാസം തോറും അംശാദായമായി വർഷത്തിലൊരിക്കൽ ബോർഡിൽ പണമടച്ച് പുതുക്കി ഒരു മാസത്തെ പെൻഡിങ് വന്നാൽ അതിന് പിഴപ്പലിശ ഈടാക്കുന്ന ബോർഡ് അങ്ങനെ പിഴപ്പലിശ ഈടാക്കി അവരെ കൊള്ളയടിക്കുന്ന ഈ ഗവൺമെന്റ് മുടങ്ങാതെ അംശാദായം അടച്ച് വാർദ്ധക്യകാല പെൻഷന് വേണ്ടി അപേക്ഷയിൽ വെച്ച്
മഴയും കാത്ത് വേഴാമ്പലിനെ പോലെ ഈ തൊഴിലാളികൾ തെരുവിലിറങ്ങേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടുകൊണ്ട് എത്തിച്ചിരിക്കുന്നു തൊഴിലാളി വർഗ പ്രസ്ഥാനം. BMS ദേശീയ സമിതി അംഗം NB ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. BMS ജില്ലാ ഭാരവാഹികളായ AP സഞ്ജു, C രാജേഷ്, സുരേഷ് കണ്ണൻ, TK ശിവദാസൻ, PT ബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വയനാട്ടിൽ കണ്ടത് മോർച്ചയുടെ മനുഷ്യത്വ രഹിത സമീപനമെന്ന് CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ. CPI തൊടുപുഴ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കരിമണ്ണൂർ പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സലീംകുമാർ. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ജില്ലയിലെ 10 കേന്ദ്രങ്ങളായിരുന്നു CPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. വയനാടിനെ വഞ്ചിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ CPI തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമണ്ണൂർ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മുണ്ടക്കയിലും ചൂരൽമലയിലും സമാനതകളില്ലാത്ത ദുരന്തത്തിനിരയായവരെ വഞ്ചിച്ചതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനുഷ്യത്വരഹിത മുഖം അനാവരണം ചെയ്യപ്പെട്ടതായി സലീംകുമാർ പറഞ്ഞു. ദുരന്തത്തിൽ ജീവൻ മാത്രം ബാക്കിയായ ആയിരങ്ങളുടെ ജീവിത പ്രതീക്ഷകളെയും നിർലജ്ജം മോദി സർക്കാർ തല്ലിക്കെടുത്തി. പണത്തിന്റെ അഭാവം പുനരധിവാസത്തെ ഒരിക്കലും ബാധിക്കില്ലെന്ന് ദുരന്ത ബാധിതർക്ക് മോദി തന്നെ നൽകിയ ഉറപ്പാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെ കൊടും ചതി എന്നല്ലാതെ മറ്റൊന്നും വിശേഷിപ്പിക്കാനാവില്ല എന്നും കൂട്ടിച്ചേർത്തു. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ ചുമതലയുള്ള CPIയുടെ നേതാവ് കൂടിയായിട്ടുള്ള സഹാബ് രാജൻ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം അവരുടെ പ്രയാസങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് അവരുടെ കൂടെ അന്തി ഉറങ്ങി നിങ്ങളുടെ കൂടെ കേരളത്തിലെ ജനങ്ങളുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് അവരോട് പറയുക മാത്രമല്ല, അവരെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, അവരോടൊപ്പം നിന്നുകൊണ്ട് അവരോടൊപ്പം കഴിഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി പുനരധിവസിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടിയുമായി മുൻകൈയെടുത്തു പോയി. ലോക ചരിത്രത്തിൽ ആദ്യമായി ഇത്രയേറെ വലിയ ഒരു പ്രളയമുണ്ടായി, പ്രളയക്കെടുതിയുണ്ടായി, സർവനാശമുണ്ടായ ഒരു മേഖലയിൽ ആളുകളെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് വെറും 39 ദിവസം കൊണ്ട് തന്നെ അവരെ താമസിപ്പിക്കുവാൻ, അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുവാൻ, ജീവിച്ചിരിക്കുന്ന ജീവശവങ്ങളെ പോലെയുള്ള മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും വേണ്ടിയിട്ടുള്ള ഒട്ടനവധിയായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുണ്ടായി. വയനാട് ദുരന്തബാധിതരെ വഞ്ചിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ജില്ലയിലെ 10 കേന്ദ്രങ്ങളിലായിരുന്നു CPI മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. കട്ടപ്പനയിൽ KK ശിവരാമനും, മൂന്നാറിൽ P പളനിവേലും, ശാന്തൻപാറയിൽ P മുത്തുപ്പാണ്ടിയും, ഉടുമ്പൻചോലയിൽ VK ധനപാലും, ഇടുക്കിയിൽ MK പ്രിയനും ഉദ്ഘാടനം ചെയ്തു. പീരുമേട്ടിൽ ജോസ് ഫിലിപ്പ്, ഏലപ്പാറയിൽ ES ബിജിമോൾ, മൂലമറ്റത്ത് പ്രിൻസ് മാത്യു, അടിമാലിയിൽ ജയ മാധു എന്നിവരും ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ കണ്ടിജന്റ് ജീവനക്കാർ ഡിസംബർ 10 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി ജില്ലയിൽ നോട്ടീസ് വിതരണവും വിശദീകരണ ക്യാമ്പയിനും നടന്നു. തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ നടത്തിയ ജില്ലാതല പരിപാടി ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK ജിൻസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. 10 വർഷം സേവന ദൈർഘ്യമുള്ള മുഴുവൻ കാഷ്വൽ കണ്ടിജന്റ് ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തുക, തുല്യജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തുക, ആഴ്ചയിൽ 1 ദിവസം അവധി അനുവദിക്കുക, എല്ലാ PTS ജീവനക്കാർക്കും അടിസ്ഥാന ശമ്പളം 18,000 രൂപയാക്കുക, SALI, HRA എന്നീ ആനുകൂല്യങ്ങൾ അനുവദിക്കുക, കാഷ്വൽ കണ്ടിജന്റ് ജീവനക്കാരെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനത്തിൽ കാഷ്വൽ കണ്ടിജന്റ് ജീവനക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. സമരത്തിന്റെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി ജില്ലയിൽ നോട്ടീസ് വിതരണവും വിശദീകരണ ക്യാമ്പയിനും നടന്നു. തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ നടത്തിയ ജില്ലാതല പരിപാടി ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK ജിൻസ് ഉദ്ഘാടനം ചെയ്തു. പറയുന്ന സംഘടന അതിന്റെ ജോയിന്റ് കൗൺസിൽ നേതൃത്വത്തോടു കൂടി ആരംഭിക്കുകയും ആ കണ്ടിജന്റ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന നിരന്തരമായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളുമാണ് ഇന്ന് ഈ വിഭാഗം ജീവനക്കാരെ ഒരു അടിസ്ഥാന വിഭാഗം ജീവനക്കാരായി പരിഗണിക്കാനും അവർക്ക് സിവിൽ സർവീസിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഇടയാക്കിയത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. അങ്ങനെ കണ്ടിജന്റ് ജീവനക്കാരെ അവരുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വെറും 600 രൂപയിൽ മാത്രം ജോലി ചെയ്തിരുന്ന, സേവനം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം 600 രൂപയിൽ മാത്രം സേവനം അനുഷ്ഠിച്ചിരുന്ന ഇന്ന് കണ്ടിജന്റ് ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളം 8,000 രൂപയാക്കി മാറ്റുന്നതിന് വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് ജോയിന്റ് കൗൺസിലും അല്ലെങ്കിൽ കേരള കണ്ടിജന്റ് എംപ്ലോയീസ് ഫെഡറേഷൻ നടത്തി വരുന്നത്.
അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന ശമ്പളം 8,000 രൂപയിൽ നിന്നും 10,000 രൂപയാക്കി ഉയർത്തിക്കൊണ്ട് അവരുടെ മുഖ്യധാരയിലേക്ക് അവരെ കൂടി സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കേരള കാഷ്വൽ ജീവനക്കാരെ കൊണ്ടുവരണമെന്നാണ് ജോയിന്റ് കൗൺസിലും കണ്ടിജന്റ് എംപ്ലോയീസ് ഫെഡറേഷനും ആവശ്യപ്പെടുന്നത്. ഈ വിഭാഗം ജീവനക്കാർക്ക് വേണ്ടി നിരവധിയായ പോരാട്ടങ്ങൾ, എനിക്കറിയാം ജോയിന്റ് കൗൺസിലിന്റെ മുൻ ചെയർമാൻ MNV അടിയോടി സാർ അടക്കം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ആർ ബിജുമോൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം MS ശ്രീകുമാർ, MS അമ്മിണി, PK രമണി, നിർമ്മല, R പ്രിയ തുടങ്ങിയവർ ക്യാമ്പയിന് നേതൃത്വം നൽകി. കണ്ടിജന്റ് ജീവനക്കാരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് വിജയിപ്പിക്കണമെന്ന യോഗത്തിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജില്ലയിലെ മുഴുവൻ താലൂക്ക് കേന്ദ്രങ്ങളിലും മറ്റ് ആപ്പീസ് കേന്ദ്രങ്ങളിലും പരിപാടി സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഹൈറേഞ്ചിൽ നിന്നും വിവിധ ജില്ലകളിലേക്ക് സർവീസ് നടത്തിയിരുന്ന KSRTC ബസ്സുകൾ നിർത്തിയതിനെ തുടർന്ന് ജനങ്ങൾ പറയുന്നു. ഒരു മുന്നറിയിപ്പുകളും കാരണങ്ങളും പറയാനില്ലാതെ ഈ സർവീസുകൾ നിർത്തിയതിൽ അഴിമതിയുടെ കാര്യമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും KSRTCയിലെ ഓപ്പറേറ്റിംഗ് വിഭാഗം ആരെ സഹായിക്കാനാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ഹൈറേഞ്ചിൽ നിന്നും വിവിധ ജില്ലകളിലേക്ക് സർവീസ് നടത്തിയിരുന്ന KSRTC ബസ്സുകൾ നിർത്തിയതിനെ തുടർന്ന് ജനങ്ങൾ ദുരിതത്തിലായി. നെടുങ്കണ്ടത്ത് നിന്നും രാവിലെ 5-ന് പുറപ്പെട്ടിരുന്ന കണ്ണൂരിലേക്കുള്ളതും കട്ടപ്പനയിൽ നിന്നും മൂവാറ്റുപുഴയ്ക്ക് സർവീസ് നടത്തിയിരുന്ന ഫാസ്റ്റ് പാസഞ്ചറും സേനാപതിയിൽ നിന്നും വെളുപ്പിന് 3-ന് പുറപ്പെട്ടിരുന്ന കോട്ടയത്തേക്കുള്ളതും ശാന്തൻപാറ നിന്നും വടക്കഞ്ചേരിക്ക് സർവീസ് നടത്തിയിരുന്ന ബസ്സുകളുമാണ് നിലവിൽ ഇല്ലാത്തത്. ഹൈറേഞ്ചിൽ നിന്നും വിവിധ ജില്ലകളിലേക്കുള്ള KSRTC ബസ്സുകളുടെ നിർത്തലാക്കൽ ഹൈറേഞ്ചിലെ യാത്രക്കാർ വലയുകയാണ്. നമുക്കറിയാം, ഈ ജില്ലയിൽ നിന്നും അടുത്ത ജില്ലയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ കൂടുതൽ KSRTC ബസ്സുകൾ ഉപയോഗിക്കുമ്പോൾ ആ ബസ്സുകൾ യാതൊരു അറിയിപ്പോ കാരണമോ കൂടാതെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നെടുങ്കണ്ടത്ത് നിന്നും കോട്ടയത്തേക്കും അതുപോലെ തന്നെ സേനാപതിയിൽ നിന്നും മൂവാറ്റുപുഴയിലേക്കും ശാന്തൻപാറയിൽ നിന്നും വടക്കാഞ്ചേരിക്കുമുള്ള അന്യ ജില്ലയിലേക്ക് പോകുന്ന ബസ്സുകളാണ് നിർത്തിയിരിക്കുന്നത്. ഇവിടെ KSRTC ബസ്സുകളെല്ലാം വളരെ ലാഭത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന്, ഈ സർവീസുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയുമ്പോഴും അധികൃതർ യാതൊരു അറിയിപ്പോ മുന്നറിയിപ്പോ കാര്യമോ അറിയിക്കാതെയാണ് ഈ ബസ്സുകൾ നിർത്തലാക്കിയിരിക്കുന്നത്. ഈ സർവീസുകൾ ലാഭകരമായിരുന്നുവെന്ന് അധികൃതർ തന്നെ നേരത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായി മറ്റ് ജില്ലകളിൽ പോകുന്നതിനും തിരികെ വരുന്നതിനും ഈ സർവീസുകൾ ഏറെ പ്രയോജനപ്പെട്ടിരുന്നു. എന്നാൽ ഒരു മുന്നറിയിപ്പുകളും കാരണങ്ങളും പറയാനില്ലാതെ ഈ സർവീസുകൾ നിർത്തിയതിൽ അഴിമതിയുടെ കരങ്ങളാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. KSRTCയിലെ ഓപ്പറേറ്റിംഗ് വിഭാഗം ആരെ സഹായിക്കാനാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മുൻകാലത്ത് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത കാലയളവിൽ കാര്യക്ഷമത തെളിയിച്ച വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഇതൊന്നും അറിയുന്നില്ലേ എന്ന ചോദ്യവും ഉയരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ നവംബർ 22 മുതൽ 24 വരെ തിരുനാൾ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ തോമസ് വിലങ്ങുവാറിൽ അറിയിച്ചു. 22-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 6-ന് കൊടിയേറ്റ്. തുടർന്ന് കോതമംഗലം രൂപതാ വികാരി ജനറൽ ഫാദർ വിൻസെന്റ് വെളുങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. ഫാദർ പോൾ കളത്തൂർ, ഫാദർ സോമി പാണക്കാട്ട്, ഫാദർ സ്കറിയ മരിപ്പാറ, ഫാദർ അബ്രാഹാം വെള്ളത്തിനാൽ, ഫാദർ കുര്യൻ പുത്തമ്പരാസിയമ്മ, ഫാദർ ജോമോൻ കൈപ്രാക്കുന്നേൽ, ഫാദർ ആന്റണി വിളിയപ്പള്ളി എന്നിവർ വിവിധ ദിവസങ്ങളിൽ പ്രാർത്ഥനകൾക്ക് കാർമ്മികത്വം വഹിക്കും. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാ മാതാവിന്റെ തിരുനാൾ നവംബർ 22 മുതൽ 24 വരെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ അറിയിച്ചു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ വിജ്ഞാനമാതാവിന്റെ തിരുനാൾ നവംബർ 22, 23, 24 തീയതികളിലായിട്ട് ആഘോഷിക്കപ്പെടുകയാണ്. ഏവരെയും ആദ്യമേ തന്നെ ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ തിരുനാൾ തിരുക്കർമ്മങ്ങളിലോട്ട് സ്വാഗതം ചെയ്യുന്നു. 22-ാം തീയതി വൈകിട്ട് തിരുനാളിൻ്റെ കൊടിയേറ്റ് രൂപത വികാരി ജനറൽ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് നെടുങ്ങാട്ടച്ചൻ നിർവഹിക്കുന്നു. അതേ തുടർന്ന് ആഘോഷമായിട്ടുള്ള വിശുദ്ധ കുർബാനയും ശനിയാഴ്ച തിരുക്കർമ്മങ്ങളിൽ ബഹുമാനപ്പെട്ട പോൾ കളത്തൂരച്ചൻ വിശുദ്ധ ബലി അർപ്പിക്കുകയും അതേ തുടർന്ന് വചന സന്ദേശം ബഹുമാനപ്പെട്ട സോമി പാണങ്കാട്ടച്ചൻ നൽകുകയും ചെയ്യുന്നു. ഞായറാഴ്ച മുഖ്യ തിരുനാൾ ദിവസമായ അന്ന് മേരി നാമധാരികളുടെ കാഴ്ച സമർപ്പണവും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാരംഭ ശുശ്രൂഷയും നടത്തപ്പെടുന്ന പ്രത്യേക ദിവസമാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും രാവിലെ 9 മണിയോടുകൂടി ദേവാലയത്തിൽ എത്തിക്കുകയും പരിശുദ്ധ അമ്മ വിജ്ഞാനമാതാവിനെ സമർപ്പിച്ചുകൊണ്ട് എഴുത്തിനിരുത്താനായിട്ടുള്ള അവസരമുണ്ട്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ആ തിരുക്കർമ്മത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതേ തുടർന്ന് ആഘോഷമായിട്ടുള്ള വിശുദ്ധ കുർബാന ബഹുമാനപ്പെട്ട കുര്യൻ പുത്തമ്പുരച്ചൻ നമുക്ക് വേണ്ടി അർപ്പിക്കുന്നു. അതേ തുടർന്ന് ജോമോൻ കൈപ്പടക്കുന്നേലച്ചൻ, വിൻസെൻഷൻ സുപ്പീരിയർ അച്ഛൻ
സന്ദേശം നൽകുകയും ചെയ്യുകയാണ്. അതേ തുടർന്ന് ഉള്ള തിരുക്കർമ്മങ്ങളിലോട്ടും അതുപോലെ തിരുനാൾ ആഘോഷത്തിലോട്ടും എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കൈക്കാരന്മാരുടെയും ഇടവക ജനങ്ങളുടെയും പേരിൽ എല്ലാവരെയും ഈ തിരുക്കർമ്മങ്ങളിലോട്ട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 22-ന് വെള്ളിയാഴ്ച രാവിലെ 6:15 വിശുദ്ധ കുർബാന നോവേന, വൈകുന്നേരം 5:30 ജപമാല, 6-ന് കൊടിയേറ്റ്, തുടർന്ന് കോതമംഗലം രൂപതാ വികാരി ജനറൽ ഫാദർ വിൻസെന്റ് നെടുങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. 23-ന് ശനിയാഴ്ച രാവിലെ 6:15 വിശുദ്ധ കുർബാന നോവേന, അമ്പുമുടി എഴുന്നള്ളിക്കൽ, വൈകുന്നേരം 5:15 മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ തിരുനാൾ കുർബാന അർപ്പിക്കും. പുറപ്പുഴ ആശ്രമത്തിലെ ഫാദർ സോമി പാണങ്കാട്ട് സന്ദേശം നൽകും. തുടർന്ന് നടക്കുന്ന പ്രദക്ഷിണത്തിന് തൊടുപുഴ ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ സ്കറിയ മെതിപ്പാറ കാർമ്മികത്വം വഹിക്കും. 24-ന് ഞായറാഴ്ച രാവിലെ 5:45 ഫാദർ അബ്രഹാം നിരവത്തിനാൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. 7:15 വിശുദ്ധ കുർബാന, 9-ന് കുട്ടികളുടെ വിദ്യാരംഭ ശുശ്രൂഷ, പാഠപുസ്തക വെഞ്ചരിപ്പ്, 9:30 മേരി നാമധാരികളുടെ കാഴ്ച സമർപ്പണം, 9:45 ഫാദർ കുര്യൻ പുത്തൻപുര CMI തിരുനാൾ പാട്ട് കുർബാന അർപ്പിക്കും. ഫിൻസെൻഷ്യൽ ആശ്രമം സുപ്പീരിയർ ഫാദർ ജോമോൻ കൈപ്പടക്കുന്നൽ സന്ദേശം നൽകും. തുടർന്ന് നടക്കുന്ന പ്രദക്ഷിണത്തിന് പ്രയർ ഗ്രൂപ്പ് ഡയറക്ടർ ഫാദർ ആന്റണി വിളയപ്പള്ളി കാർമ്മികത്വം വഹിക്കും. ഇടവകയ്ക്ക് പുറത്തുള്ള കുട്ടികളെയും എഴുത്തിനിരുത്തുവാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. താൽപ്പര്യമുള്ളവർ പള്ളിയിൽ പേര് നൽകാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വൃദ്ധ മാതാപിതാക്കളെ സ്വഭവനത്തിൽ തന്നെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ലവ്ലി ഹോം ചാരിറ്റീസിന്റെ കീഴിൽ തറവാട് വീട് പ്രവർത്തനം ആരംഭിച്ചു. SBI റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ VJ മാണി ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ജോസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ കെയർ ആൻഡ് സർവീസ്, ഭക്ഷണ സാധനങ്ങൾ, മരുന്ന് എന്നിവ വീട്ടിലെത്തിച്ചു നൽകുന്നു. ഇവയ്ക്ക് പുറമെ വീടും പരിസരവും വൃത്തിയാക്കൽ, സൈക്കോതെറാപ്പി ഉൾപ്പെടെയുള്ള ഇതര സേവനങ്ങളും നൽകുന്നു. വൃദ്ധമാതാപിതാക്കളെ സ്വഭവനത്തിൽ തന്നെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ലവ്ലി ഹോം ചാരിറ്റീസിന്റെ കീഴിൽ തറവാട് വീട് പ്രവർത്തനം ആരംഭിച്ചു. മെഡിക്കൽ കെയർ ആൻഡ് സർവീസ്, ഭക്ഷണ സാധനങ്ങൾ, മരുന്ന് എന്നിവ വീട്ടിൽ എത്തിച്ചു നൽകുന്നു. ഇവയ്ക്ക് പുറമെ വീടും പരിസരവും വൃത്തിയാക്കൽ, സൈക്കോതെറാപ്പി ഉൾപ്പെടെയുള്ള ഇതര സേവനങ്ങളും നൽകുന്നു. അഭിഭാഷകർ, ബാങ്ക് പ്രൊഫഷണൽസ്, എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, സേവന സന്നദ്ധതയുള്ള പ്രൊഫഷണൽ യുവ ടീമും ഉൾപ്പെടുന്ന ഒരു സംഘം ആളുകളാണ് തറവാട് വീടിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. വൃദ്ധമാതാപിതാക്കളെ സ്വഭവനത്തിൽ തന്നെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലവ്ലി ഹോം ചാരിറ്റീസിന്റെ കീഴിൽ തറവാട് വീട് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. തൊടുപുഴ കാരിക്കോട് SBI റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ VJ മാണിയുടെ വീട്ടിലാണ് തറവാട് വീടിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. മെഡിക്കൽ കെയർ ആൻഡ് സർവീസ് ഉൾപ്പെടെ എല്ലാവിധ സേവനങ്ങളും സ്ഥാപനം ഉറപ്പുതരുന്നു. തറവാട് വീടിന്റെ ഉദ്ഘാടനം VJ മാണി നിർവഹിച്ചു. തിരികെത്തിക്കാൻ ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം തന്നതിന് ഭാരവാഹികളോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഈ സംരംഭം ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമായ ഒരു സംഗതിയാണ്. മനുഷ്യർക്ക് അവരവർ ജീവിച്ചിരുന്ന ആ സാഹചര്യം വിട്ടുമാറാനായിട്ടുള്ള വൈമുഖ്യമുണ്ട്. അവർ ജീവിച്ച സാഹചര്യത്തിൽ അവസാന കാലം കഴിഞ്ഞുകൂടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവരവരുടെ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യമുള്ളവരവിടെ താമസിക്കുക. അവരുടെ മക്കൾ പലപ്പോഴും വെളിയിലായിരിക്കും ജോലി ചെയ്യുന്നത്. അവർക്ക് ഇവിടെ വന്ന് കാരണവന്മാരെ ശുശ്രൂഷിക്കാനോ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ പലപ്പോഴും പറ്റിയെന്ന് വരില്ല. അത് നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ട. അങ്ങനെയുള്ളവരെ സഹായിക്കാനായിട്ടാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആവശ്യമായ ചികിത്സ, മറ്റ് സഹായങ്ങൾ എല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് ഈ സംരംഭം ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്നും എല്ലാവർക്കും സഹായമായി തീരട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു.
അഡ്വക്കേറ്റ് VS ജോൺ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. അഡ്വക്കേറ്റ് ജോസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ലൂയിസ് പാറത്താഴത്ത്, അഗസ്റ്റിൻ വൈദ്യർ, റെജി ഞള്ളാനി, ജോസ് ജോസഫ് പൂവേലിൽ, സിസിലി എബ്രഹാം തുരുത്തിപ്പിള്ളിൽ, ജോസഫ് കാലായിൽ എന്നിവർ ആശംസകൾ നേർന്നു. രോഗാവസ്ഥയിലുള്ളവരെ ആശുപത്രിയിലെത്തിച്ച് ഡോക്ടർമാരുടെ സേവനം നൽകുക, മാസത്തിലൊരിക്കൽ ജനറൽ ഹെൽത്ത് ചെക്കപ്പ്, BP, ഷുഗർ, സാച്ചുറേഷൻ തികച്ചും സൗജന്യമായി ലഭ്യമാക്കുക, ആവശ്യമെങ്കിൽ ലാബ് സാമ്പിൾ എടുത്ത് പരിശോധിപ്പിച്ച് റിസൾട്ട് വീട്ടിലെത്തിച്ച് നൽകുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ നഴ്സ്, ഡോക്ടർ ഇവരുടെ സേവനം വീട്ടിൽ ലഭ്യമാക്കുക തുടങ്ങിയ മെഡിക്കൽ കെയർ ആൻഡ് സർവീസ് സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നു. കൂടാതെ ഭക്ഷണ സാധനങ്ങൾ, മരുന്ന് എന്നിവ വീട്ടിലെത്തിച്ച് നൽകുക, വീടുകളിലേക്ക് ആവശ്യമായ പഴങ്ങൾ, പച്ചക്കറികൾ, മത്സ്യമാംസങ്ങൾ, ഹോം മെയ്ഡ് പൊടികൾ, മസാല, പലചരക്ക്, സ്റ്റേഷനറി എന്നിവയെല്ലാം എത്തിച്ചു നൽകുക, ആവശ്യമെങ്കിൽ ഭക്ഷണം വീട്ടിലെത്തിച്ചു നൽകുക, ബർത്ത്ഡേ, വിവാഹ വാർഷികം തുടങ്ങിയ പാർട്ടികൾ അറേഞ്ച് ചെയ്തു നൽകുക, മാനസികോല്ലാസ യാത്രകൾ, തീർത്ഥാടനം തുടങ്ങിയവ അറേഞ്ച് ചെയ്യുക, എല്ലാ സമയത്തും പ്രവർത്തിക്കുന്ന ഓഫീസ് സംവിധാനം എന്നിവയും ഉണ്ടായിരിക്കും. വിവിധതരം പ്രവർത്തനങ്ങൾക്ക് പരിശീലനം ലഭിച്ച ജീവനക്കാരുടെ സേവനം ലഭ്യമാക്കും. മതപരമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന സർവീസ് ഉറപ്പാക്കും. തറവാട് വീട് ഓഫീസിൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി, റിക്രിയേഷൻസ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. മാതാപിതാക്കൾക്ക് ഏകാന്തത അനുഭവപ്പെടാതിരിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. സൈക്കോ തെറാപ്പിസ്റ്റ്, കൗൺസിലിംഗ്, തെറാപ്പിസ്റ്റിന്റെ സേവനങ്ങൾ, വീട് പരിസരം വൃത്തിയാക്കൽ, പറമ്പിൽ കാടുവെട്ട് തുടങ്ങിയ സേവനങ്ങളും ഇവിടെ നിന്നും ലഭ്യമാണ്. സുഹൃത്തിന്റെ മൃതദേഹവുമായി തമിഴ്നാട്ടിൽ നിന്നും മരണാനന്തര ചടങ്ങുകൾക്ക് വണ്ടിപ്പെരിയാറിലേക്ക് വരുന്നതിനിടെ മധ്യത്തിൽ ബാറ്ററി വെള്ളം കലർത്തി കഴിച്ച് ഒരാൾ മരിച്ചു. ഒരാൾ ഗുരുതര അവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ. വണ്ടിപ്പെരിയാർ കല്ലുവേലി പറമ്പിൽ ജോബിനാണ് മരിച്ചത്. വണ്ടിപ്പെരിയാർ ചുരുക്കളം അപ്പർ ഡിവിഷനിൽ താമസിക്കുന്ന പ്രതാപ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് തിരുപ്പൂരിൽ വെച്ച് മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടിരുന്നു. പ്രതാപിന്റെ മൃതദേഹവുമായി വണ്ടിപ്പെരിയാർ സ്വദേശികളായ ജോബിൻ, പ്രഭു എന്നിവർ ഉൾപ്പെടെ 5 പേരാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇന്ന് വെളുപ്പിന് 1 മണിയോടുകൂടി കുമളിയിൽ എത്തിയതോടെ മൃതദേഹവുമായി വന്ന വാഹനം കുമളിയിൽ നിർത്തുകയും മറ്റു 2 പേർ ചായ കുടിക്കുന്നതിന് വാഹനത്തിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു. ഈ സമയം വാഹനത്തിലുണ്ടായിരുന്ന ജോബിൻ, പ്രഭു എന്നിവർ തമിഴ്നാട്ടിൽ വെച്ച് കഴിച്ചതിന്റെ ബാക്കിയുണ്ടായിരുന്ന മദ്യം ആംബുലൻസിന്റെ ബാറ്ററിയിൽ ഒഴിക്കാൻ വെച്ചിരുന്ന വെള്ളം ഉപയോഗിച്ച് കലർത്തി കഴിക്കുകയും ചെയ്തു. തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഇവരെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ സമയം തന്നെ വണ്ടിപ്പെരിയാർ ചുരക്കുളം അപ്പർ ഡിവിഷനിലെ കല്ലുവേലി പറമ്പിൽ ജോബിൻ മരണപ്പെടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന പ്രഭു പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത നിലയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സുഹൃത്തിന്റെ മരണാന്തര ചടങ്ങുകൾക്കെത്തിയ ആൾ കൂടി മരണപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം അപ്പർ ഡിവിഷനിലെ നിവാസികൾ. പ്രദേശവാസികളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമായി വണ്ടിപ്പെരിയാർ ധർമാവലി സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചു. ധർമാവലിയിൽ നിന്നും രാവിലെ 8 മണിക്ക് ആരംഭിച്ച 7 സർവീസുകളോടെ 7:30 വണ്ടിപ്പെരിയാറിൽ നിന്നും ധർമാവലിയിൽ സമാപിക്കുന്ന സ്വകാര്യ സർവീസുകൾ ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ ധർമാവലി നിവാസികളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമായാണ് ധർമാവലി വണ്ടിപ്പെരിയാർ സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. തോട്ടം മേഖലയിലെ യാത്രാക്ലേശം നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുമെന്ന MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനപ്രകാരമാണ് ധർമാവലി വണ്ടിപ്പെരിയാർ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് ധർമാവലിയിൽ നിന്നും ആരംഭിച്ച് വൈകിട്ട് 7:30 തിരികെ ധർമാവലിയിൽ സമാപിക്കുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ധർമാവലിയിൽ നടന്ന സ്വകാര്യ ബസ് സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല കുളത്തിങ്കൽ അധ്യക്ഷയായിരുന്നു. പീരുമേട് MLA വാഴൂർ സോമൻ ബസ് സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് 25 വർഷമായിട്ട് ഒരു പണിയും ചെയ്യാതെ നശിച്ചു കിടക്കുകയായിരുന്നു. ഫാക്ടറിയിൽ കൊണ്ടുപോയി കൽക്കരി തൂൾ കൊണ്ടിരുന്ന ഒരു റോഡായിട്ട് അത് മാറിപ്പോയി. എന്തായാലും ശരി, ഞാനത് ആ റോഡ് ഏറ്റെടുത്തു. PWD കൊണ്ട് ഏറ്റെടുപ്പിച്ചു. മാത്രമല്ല 5 കോടി രൂപയാണ് ഇപ്പോൾ ആ റോഡിന് വെച്ച് പണി ആരംഭിച്ചിരിക്കുന്നത്. 5 കോടി രൂപ. ആരെങ്കിലും സ്വപ്നം കണ്ടോ? അർണക്കൽ തൊട്ട് മാരിമൻ കോവിലിന്റെ അവിടെ തൊട്ട് എവിടെ വരെ? ഗ്രാൻഡി വരെ. ഗ്രാൻഡിൽ ബാക്കി പണിയെല്ലാം തീർന്നു. നമ്മള് വാഞ്ചിമല വഴി, ആനവുത്തി വളവ് വഴി ഗ്രാൻഡിയിൽ വന്ന് ഗ്രാൻഡിയിൽ നിന്ന് പരുത്തുംപാറ പോകുന്ന റോഡെല്ലാം ഇപ്പോൾ എല്ലാം നമ്മൾ പൂർത്തിയാക്കി. ഇപ്പോൾ നമ്മുടെ ഈ മണ്ഡലത്തിലെ റോഡുകളുടെ മുറിച്ചായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അർണക്കൽ പണി നമ്മൾ ആരംഭിച്ചു. എന്തുകൊണ്ട് താമസം വന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. അർണക്കൽ മാനേജ്മെന്റ് നമ്മളോടൊപ്പം ഉദ്ഘാടനത്തിലുണ്ടായിരുന്നു. അത് നമ്മുടെ വാർഡ് മെമ്പറും ഉണ്ടായിരുന്നു. ഇന്ന് നിർഭാഗ്യവശാൽ വാർഡ് മെമ്പർക്ക് ഇവിടെ വരാൻ കഴിയാതെ വന്നു. ആ വിവരം നിങ്ങളെ ഏവരെയും അറിയിക്കുകയാണ്. തുടർന്ന് ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് മുൻ വാർഡ് മെമ്പർ S ഗണേശൻ നിർവഹിച്ചു.
ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം മുത്തുകുമാർ, പ്രദേശ പ്രമുഖരായ സുന്ദർ, കുമാർ, മണി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി റീജിയന്റെ നേതൃത്വത്തിൽ നാഷണൽ പ്രസിഡന്റിന്റെ റീജിയണൽ വിസിറ്റും കൾച്ചറൽ പ്രോഗ്രാമും റീജിയണൽ കോൺകോഴ്സും സംഘടിപ്പിക്കുന്ന തേക്കടി റീജിയൻ ഭാരവാഹി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോകമെമ്പാടുമുള്ള 20ഓളം രാജ്യങ്ങളിൽ സാമൂഹിക, സാംസ്കാരിക, സന്നദ്ധ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ 27 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ. 2020 സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിയൻ സ്ഥാപിതമാവുന്നത്. ഈ കാലയളവിൽ നിരവധിയായ സാമൂഹിക, സന്നദ്ധ, സാംസ്കാരിക, സേവന, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തേക്കടി ലീജിയന്റെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്കിൽ സംഘടിപ്പിച്ചു വന്നിരുന്നു. സംഘടനയുടെ ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ദ്വിദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നവംബർ 22 സീനിയർ ചേംബർ ഇന്റർനാഷണൽ ദേശീയ പ്രസിഡന്റ് തേക്കടി ലീജിയൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ജീവകാരുണ്യ പദ്ധതികളുടെ ഭാഗമായി ആദ്യ ദിന പരിപാടികൾ നടക്കുമെന്ന് സീനിയർ ചേംബർ ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് അജിമോൻ K. വർഗീസ് പറഞ്ഞു. സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഒരു സാമൂഹിക, സാംസ്കാരിക സംഘടനയാണ്. സമൂഹത്തിലുള്ള നാനാജാതി മതസ്ഥര്, വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ, അങ്ങനെ യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാ ജാതി മതസ്ഥരെയും എല്ലാ സാമുദായിക പ്രതിനിധികളെയും ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ. തേക്കടിയിലെ സീനിയർ ചേംബറിൻ്റെ പ്രവർത്തനങ്ങൾ 2020 തുടങ്ങിയത്. ഇന്ന് സമൂഹത്തിൽ പല പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഞങ്ങൾക്ക് ആയിട്ടുണ്ട്. പൊതുജന നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ അകത്ത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സീനിയർ ചേംബർ 27 വർഷങ്ങൾ പിന്നിടുകയാണ്. ഞങ്ങളുടെ നാഷണൽ ലീഡറായിട്ടുള്ള നാഷണൽ പ്രസിഡന്റ് സീനിയർ ചിത്രകുമാർ ഞങ്ങളെ ഔദ്യോഗികമായിട്ട് ഞങ്ങളെ ലീജിയൻ സന്ദർശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുമ്പളിയിൽ ആകാശപ്പുറ എന്ന സ്ഥാപനത്തിൽ അവിടെ വെച്ച് ഒരു 2 വീൽ ചെയറും ഒരു തയ്യൽ മെഷീനും ഒരു വാട്ടർ പ്യൂരിഫയറും ഞങ്ങൾ പൊതുജനങ്ങൾക്കായി നൽകുകയാണ്. 2024 നവംബർ മാസം 22-ാം തീയതി വെള്ളിയാഴ്ചയാണ് ആ പ്രോഗ്രാം നടക്കുക. ഞങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ, ഗ്യാസ് മസ്റ്ററിങ് പോലെയുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ അകത്ത് 800-ൽ പരം പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, സാധാരണക്കാരായ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗ്യാസ് മസ്റ്ററിങ് നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതും പൊതുജന നന്മയ്ക്ക് വേണ്ടി. തയ്യൽ മെഷീൻ എന്ന് പറയുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് തയ്യൽ മെഷീൻ ഞങ്ങൾ സപ്ലൈ ചെയ്യുക. അത് ഞങ്ങൾക്ക് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ നാഷണൽ പ്രസിഡന്റ് വരുമ്പോൾ അദ്ദേഹം വഴി വിതരണം ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നവംബർ 23 സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിയന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടുകൂടി കൾച്ചറൽ പ്രോഗ്രാം സംഘടിപ്പിക്കും. നവംബർ 24 പ്രധാന പരിപാടിയായ റീജിയണൽ കോൺകോഴ്സ് തേക്കടി റേഞ്ച്വുഡ് റിസോർട്ടിൽ വെച്ച് നടക്കുമെന്നും സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിയൻ പ്രോഗ്രാം ഡയറക്ടർ MS നൌഷാദ് അറിയിച്ചു. തേക്കടി സീനിയർ ചേംബർ തേക്കടി ഇന്റർനാഷണൽ ലീജിയന്റെ ആതിഥേയത്തിൽ ഈ മാസം 23-24 തീയതികളിലായിട്ട് 2 ഏരിയകളെ തമ്മിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റീജിയണൽ കോൺകോഴ്സ് ഇവിടെ നടത്തുകയാണ്. ഈ റീജിയണൽ കോൺകോഴ്സിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്തു നിന്നും അതുപോലെ തന്നെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ 23-ാം തീയതി നടക്കുന്ന റീജിയണൽ കോൺകോഴ്സിൽ ഏകദേശം
250 അധികം അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റീജിയണൽ കോൺകോഴ്സാണ് ഇവിടെ നടത്തുന്നത്. ഈ റീജിയണൽ കോൺകോഴ്സിൽ പങ്കെടുക്കുന്നതിനായി ഇതിൻ്റെ ദേശീയ അധ്യക്ഷൻ സീനിയർ ചിത്രകുമാർ എത്തിച്ചേരുന്നതും കൂടാതെ തന്നെ ദേശീയ നേതാക്കന്മാരും പ്രസ്തുത യോഗത്തിൽ സംബന്ധിക്കുന്നതുമാണ്. ഇതിന് മുന്നോടിയായി ഈ റീജിയണൽ കോഴ്സിന് തേക്കടി റീജിയൻ ഇട്ടിരിക്കുന്ന നാമധേയം ടൈഗർ കോൺ എന്നാണ്. തേക്കടിയുടെ വിനോദസഞ്ചാര മേഖലയിൽ മറ്റ് പ്രദേശങ്ങളിലേക്കും വിശിഷ്യ ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇതിന് ഇത്തരത്തിലുള്ള ഒരു നാമധേയം നൽകിയിരിക്കുന്നത്. ഈ റീജിയണൽ കോൺകോഴ്സ് 23-ാം തീയതി നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആയതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം 22-ാം തീയതി ഈ റീജിയനിലെ അംഗങ്ങളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾപ്പെട്ട വനിതകൾക്ക് ആയിട്ട് അവർ സംഘടിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകളും അന്നേ ദിവസം വൈകുന്നേരം 6 മണിക്ക് ബഹുമാനപ്പെട്ട റേഞ്ചർ ഓഫീസർ ഉദ്ഘാടനം ചെയ്യുന്ന കലാപരിപാടികളിൽ ഉൾപ്പെടുത്തുകയും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവിധ പ്രോഗ്രാമുകളോടുകൂടിയാണ് ഈ വർഷത്തെ റീജിയണൽ കോൺകോഴ്സ് പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിയന്റെ വനിതാ വിഭാഗത്തിന്റെ തിരുവാതിര, കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും കൾച്ചറൽ പ്രോഗ്രാമിൽ സംഘടിപ്പിക്കും. വിശിഷ്ട അതിഥികൾ പങ്കെടുക്കുന്ന കൾച്ചർ പ്രോഗ്രാം തേക്കടി റേഞ്ച് ഓഫീസർ സിബി മാത്യു ഉദ്ഘാടനം ചെയ്യും. സർക്കാർ തൊഴിലാളി വഞ്ചക സർക്കാരിന് മുൻ DCC പ്രസിഡന്റ് റോയ് കെ പോലോസ് തൊഴിലാളി ഫെഡറേഷൻ തൊഴിലുറ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഡിബി വായ്പ ചെയ്ത് വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ IMUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബിജു. തൊഴിലാളികളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന BMS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് AP റജികുമാർ. വയനാട്ടിൽ കണ്ടത് മോദിയുടെ മനുഷ്യത്വരഹിത സമീപനമെന്ന് CPI ജില്ലാ സെക്രട്ടറി K സലീം കുമാർ. ഹൈറേഞ്ചിൽ നിന്നും വിവിധ ജില്ലകളിലേക്ക് സർവീസ് നടത്തിയിരുന്ന KSRTC ബസ്സുകൾ നിർത്തിയതിനെ തുടർന്ന് ജനങ്ങൾ വലയുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.